യശയ്യാ 65 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാര്യങ്ങൾക്ക് ശിക്ഷ, എന്നോട് ആരാധകർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം നൽകാനും ഞാൻ തയ്യാറായിരിക്കുന്നു. എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എന്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികകളിൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എന്റെ മുഖത്തെ നോക്കിയപ്പോഴും എന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു ജനത്തിന് നേര് തന്നെ. അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നിയിറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവ ഇവിടെ സപ്തപാനം ചെയ്യുന്നു. അവിടെ തന്നെ നിൽക്കുക, എന്റെ അടുക്കൽ വരരുത്, ഞാൻ വിശുദ്ധനാണ് എന്നവർ പറയുന്നു. അവർ എന്റെ നാസ്കുകയാണ്. ഒരു ദിവസം മുഴുവൻ ഇതിന് എരിയുന്ന തീയാണ്. ഇതെല്ലാത്തിന്റെയും രേഖ എന്റെ മുൻപിലുണ്ട്. ഞാൻ നിശബ്ദനായിരിക്കുകയല്ല, പ്രതികാരം ചെയ്യും. അവരുടെ പിതാക്കന്മാരുടെ അവരുടെ മടിയിലേക്ക് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. അവർ മലമുകളിൽ ധൂപം അർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അർപ്പണം നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതിനുള്ളിൽ ഈനം കാണുമ്പോൾ അത് നശിപ്പിക്കരുത്. അതിൽ ഒരു വരമുണ്ടെന്ന് പറയുന്നത് പോലെ എന്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. അവരെല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല. യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂദായിൽ നിന്ന് എന്റെ മലകളുടെ അവകാശങ്ങളെയും ഞാൻ പുറപ്പെടുവിക്കും. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തുകയും എന്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എന്റെ ജനത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ശാരവും മേച്ചിപ്പുറവും കന്നുകാലികൾക്ക് അഗോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞ് കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും. കൊലയ്ക്ക് തലകുറിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും. കാരണം ഞാൻ നിങ്ങളെ വാളിനേൽപ്പിച്ചു ഏൽപ്പിക്കും. കൊലയ്ക്ക് തലകുറിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് വരും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രമിച്ചില്ല, എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങൾ വിശന്ന് പൊരിയും. എന്റെ ദാസർ പാനം ചെയ്യും, നിങ്ങൾ തീക്ഷ്ണാർത്ഥരാകും. എന്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും, നിങ്ങൾ നിർമ്മാണമേൽക്കും. എന്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും, നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യഥ കൊണ്ട് വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും. തന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവർ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശബ്ദം ചെയ്യുന്നവർ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങളെ ഞാൻ മറന്നിരിക്കുന്നു, അവ എന്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസരിക്കുകയോ അവ മനസ്സിൽ വരികയില്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായി ഒരു സൃഷ്ടിയാക്കുന്നു. ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയോ നിലവിളിയോ ഇനി ഇവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി ഇവിടെ മരിക്കുകയില്ല. 100 വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിനുള്ള മരണം ശാപലക്ഷമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അനേകർ വസിക്കുകയില്ല. അവർ നടന്നതിന്റെ ഫലം അവരും ഭുജിക്കുകയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിലെ ആയുസ് പോലെ ആയിരിക്കും. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വൃദ്ധമാവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കുമെന്നേ ഞാൻ അവർക്ക് ഉത്തരം നൽകും. പ്രാർത്ഥിച്ച് തീരുമെന്നേ ഞാൻ അത് കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയം പോലെ വറ്റോൽ തിന്നും. പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും. എന്റെ വിശുദ്ധഗിരിയും ഒരിടത്തും അവ ഉപദ്രവവും നാശനവും ചെയ്യുകയില്ല. ദേവജന്മാർ നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.